ആര്യ രാജേന്ദ്രനെയാണ് ഇതിൽ കുറ്റം പറയുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ, ആര്യ മാത്രമാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ രൂക്ഷമായ ആക്രമണം ആര്യ രാജേന്ദ്രൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ തളർന്നു പോകില്ല, ഞാൻ ഒരു സഖാത്തിയാണ്, എന്റെ ചോര തുടിപ്പൊന്നും അങ്ങനെ ആർക്കും നിർത്താൻ കഴിയില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും, ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് അല്ല, വാട്സപ്പ് സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഇടാൻ എന്തോ മടിയോ പേടിയോ എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലയോട് പൊങ്കാലയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലല്ലോ. ഇനി ഒരു വ്യക്തിപരമായ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിരുന്നു, ഒരു ദർശനം നടത്താനായി ഗുരുവായൂരിൽ പോയിരുന്നു. പോയ സമയത്ത് അവിടെ നിന്ന് ഒരു ഓട്ടോ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഓട്ടോയിലാണ് കയറിപ്പോയത്. അങ്ങനെ ഈ രാഷ്ട്രീയപരമായി ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ചന്തയിലും മറ്റ് കടകളിലും ഒന്ന് റോഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ തന്നെ രാഷ്ട്രീയമാണല്ലോ ചർച്ച. അതിൽ ആര്യ രാജേന്ദ്രനാണ് അവരുടെയൊക്കെ മുഖ്യ സംഭാഷണ വിഷയം എന്ന് പറയുന്നത്. ഓർക്കൂ, ഗുരുവായൂരിലാണ് സംഭവം. പക്ഷേ ഗുരുവായൂരിലെ ഓട്ടോക്കാർക്കും പറയാനുള്ളത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ചും കോർപ്പറേഷനിലെ ആര്യയെക്കുറിച്ചും കോർപ്പറേഷൻ പിടിച്ച BJP കുറിച്ചും ഒക്കെയാണ്. അവർ പറയുന്ന കാര്യം ഇതാണ്. വളരെ പ്രായമായ ഒരു വ്യക്തിയായിരുന്നു, ഒരു ഏകദേശം ഒരു 72-80 വയസ്സെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹം ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: പ്രധാനമന്ത്രിയെക്കാട്ടിൽ പവർ ആയിരുന്നല്ലോ അവൾക്ക്, അതിന്റെയൊക്കെ തന്നെ അധികാരവും ധിക്കാരവും ഒക്കെ തീർത്തു കൊടുത്തായിരുന്നു ജനങ്ങളോട് കടിക്കാൻ നിൽക്കണ്ട, ഇതായിരിക്കും അവരുടെ അവസ്ഥ. ഈ ആളുടെ മാത്രമല്ല, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, ഇതുപോലെ തിളപ്പ് കാണിക്കുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം തൃശ്ശൂർ സ്ലാങ്ങിൽ, തൃശ്ശൂരിന്റെ ആ ഒരു ഭാഷ ഉണ്ടല്ലോ, ആ ഒരു ശൈലി ഉണ്ടല്ലോ, ഭാഷയിലെ ആ ഒരു ഭാഷാ ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം തൃശ്ശൂർ നഗരസഭയെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, ഇന്ന് തിരുവനന്തപുരത്തെ നഗരസഭയെ കുറിച്ച്, ആര്യ രാജേന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. ആര്യ രാജേന്ദ്രൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാർത്തകൾ കൂടെ മാത്രമായിരിക്കും കാണുക. ഇതിന് അദ്ദേഹം എടുത്തു പറഞ്ഞ വളരെ നിർണായകമായി പോയിട്ടുണ്ട്. ആ യദു എന്ന പാവം പിടിച്ച ഡ്രൈവറിനെ അവൾ എന്തൊക്കെയാണ് ചെയ്തത്, അവൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, അധികാരത്തിന്റെ അപ്പോൾ അഹങ്കാരമല്ലായിരുന്നോ, അഹന്തയല്ലായിരുന്നോ, അതെല്ലാം ജനം തീർത്തു കൊടുക്കും, ജനം ഒന്നും മറക്കൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായിട്ടുള്ള കാര്യമല്ലേ അദ്ദേഹം നിരീക്ഷിച്ചു വെച്ചത്. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, ആര്യ രാജേന്ദ്രന്റെ പ്രധാനമന്ത്രിയെക്കാട്ടിലും പവർ അല്ലേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇല്ല ഈ പവർ. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രന്റെ കൂടെ സഹപ്രവർത്തകയും ഒക്കെ ആയിരുന്ന, ഏകദേശം സമപ്രായക്കാരും ഒക്കെ ആയിട്ടുള്ള ഗായത്രി ബാബു ഇതേ കാര്യമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത്. അതായത് തന്നേക്കാൾ മുകളിലുള്ളവരുണ്ട് അമിത വിനയവും, തന്നേക്കാൾ താഴ്ന്നവരോട് അമിത പുച്ഛവും ആണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയാണ് ജനങ്ങളുടെ അഹന്തയ്ക്ക്, ജനങ്ങളുടെ ഈ ഒരു വോട്ടിന് കാരണം എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് നിൽക്കുന്ന ഒരു ഭാഗമല്ലായിരുന്നോ നമ്മുടെ കോർപ്പറേഷൻ ഭരണം? നമ്മുടെ പാർട്ടിയെ ഇത്രയും താഴ്ത്തിക്കെട്ടാനുള്ള കാരണം ഒരൊറ്റ ഒരാളാണെന്ന് പേരെടുത്ത് പറയാതെ ഗായത്രി ബാബു വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ മറുപടിയും നടപടിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും യദു സന്തോഷിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയുള്ള വിമർശനങ്ങളിൽ പ്രതികരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ. ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നായിരുന്നു ജനങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയ ആര്യയുടെ വാചകം. അത്രയും ചങ്കുറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല? കാരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സാധാരണക്കാരായ ജനങ്ങൾ ഈ കയറി മേയും. അതുകൊണ്ട് തന്നെയാണ് തോൽവിക്ക് കാരണം മേയർ ജനകീയത ഇല്ലാതാക്കിയതിനാൽ എന്നും CPM കൗൺസിലറായിരുന്ന ഗായത്രി ബാബു വിമർശിച്ചിരുന്നു. സാധാരണക്കാരെ കേൾക്കാൻ മേയർ തയ്യാറായില്ലെന്നും അധികാരത്തിൽ താഴെയുള്ളവരോട് പുച്ഛമാണെന്നുമുള്ള ഗായത്രി ഫേസ്ബുക്കിൽ കുറിച്ച ആ കുറിപ്പ് സത്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ കത്തിക്കയറി. സമൂഹ മാധ്യമങ്ങളുടെ ആര്യയുടെ നേതൃത്വത്തിനെതിരെ പരിഹാസവും വിമർശനവും തുടരുമ്പോഴാണ് പ്രതികരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFന്റെ കനത്ത തോൽവിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ CPM കൗൺസിലർ ഗായത്രി ബാബു രംഗത്തെത്തിയതാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ആയിരുന്നു വിമർശനം. ജനകീയത ഇല്ലാതാക്കിയത് തിരിച്ചടിയായെന്നും കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസിനെ മേയർ മാറ്റിയെന്നും പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും അധികാരത്തിൽ താഴെയുള്ളവരോട് പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോട് അമിത വിനയവും എന്നായിരുന്നു ഗായത്രി ബാബുവിന്റെ വിമർശനം. LDFന് നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു മേയറുടെ പേരെടുത്തു പറയാതെ
വിമർശനം ഉന്നയിച്ചത്. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതിയിൽ വഞ്ചൂർ വാർഡിൽ നിന്നുള്ള കൗൺസിലറായിരുന്നു ഗായത്രി ബാബു. കോർപ്പറേഷനിലെ LDF പരാജയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് ഗായത്രി ബാബുവിനെതിരെ നടപടി വരുമെന്ന വാർത്തയും വരുന്നു. CPM-ന് ആര്യ രാജേന്ദ്രൻ പരാതി നൽകി. ആര്യയുടെ പ്രവർത്തന ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗായത്രി ബാബു ഉന്നയിച്ചത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മുന്നണിയുടെ ജനകീയതയില്ലായ്മ എന്ന് ഗായത്രി ഫേസ്ബുക്കിൽ വിമർശിച്ചിരുന്നു. പോസ്റ്റ് ഇട്ട ഉടൻ തന്നെ അവർ പിൻവലിച്ചു. ഇത് തനിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന് ആര്യ രാജേന്ദ്രന്റെ നിലപാടുണ്ട്. പാർട്ടി ജില്ലാ നേതൃത്വത്തെ ആര്യ പരാതി അറിയിച്ചിട്ടുണ്ട്. വഞ്ചൂർ വാർഡ് കൗൺസിലർ വഞ്ചിയൂർ ബാബുവിന്റെ മകളാണ് ഗായത്രി ബാബു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ PS ശ്രീകലയാണ് ഗായത്രിയുടെ അമ്മ. CPM പാരമ്പര്യം പേറുന്ന ഗായത്രി ബാബു നടത്തിയ അടുത്ത പാർട്ടി അച്ചടക്ക നടപടി CPM-നെതിരെ മുതിർന്ന നേതാക്കളും വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി CPM ഉയർത്തിക്കാട്ടിയവർ പരാജയപ്പെട്ടപ്പോൾ ആര്യയ്ക്കൊപ്പം സ്ഥാനത്തേക്ക് ഉയർന്നുകേട്ട പേരുകളിൽ ഒന്നായിരുന്നു ഗായത്രി ബാബുവിന്റേത്. വഞ്ചിയൂർ ബാബുവും ഇതിനുവേണ്ടി ചരടുവലികൾ നടത്തി, പക്ഷേ നടന്നില്ല. പിന്നീട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി. പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വഞ്ചിയൂർ ബാബു പിന്നീട് മാറി. ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാണ് വഞ്ചിയൂർ ബാബു വീണ്ടും മത്സരിച്ചത്. CPM മേയർ സ്ഥാനത്തേക്ക് വഞ്ചിയൂർ ബാബുവിനെയും പരിഗണിച്ചിരുന്നു. വഞ്ചിയൂരിൽ ബാബു ജയിച്ചു. പക്ഷേ CPM-ന് കോർപ്പറേഷനിലുണ്ടായ അപ്രതീക്ഷിത തോൽവി മേയർ പ്രതീക്ഷ തകർത്തു. ഇതിന് പിന്നാലെയാണ് ഗായത്രി ബാബു പോസ്റ്റ് ഇട്ടത്. അച്ഛന് മേയർ ആകാൻ കഴിയില്ല എന്ന നിരാശയിലാകും ഈ പോസ്റ്റ് എന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതോടുകൂടി വലിയ സൈബർ ആക്രമണം തുടങ്ങിയിരുന്നു. എല്ലാം ആര്യ രാജേന്ദ്രന് എതിരായിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഗായത്രി ബാബുവിന്റെ പോസ്റ്റും. ഈ സാഹചര്യത്തിലാണ് CPM പോസ്റ്റ് ഗൗരവത്തിൽ എടുക്കുന്നത്. കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംവിധാനമാണ്. ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ. ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിനും കഴിഞ്ഞിരുന്നു. ഈ ജൈവ നാഡി ബന്ധത്തിലാണ് ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ LDF-നെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയത് എന്നാണ് ഗായത്രി ബാബു കുറിച്ചത്. തുടർന്നുള്ള വരികളിലാണ് ആര്യയുടെ പേരെടുത്തു പറയാതെ അതിരൂക്ഷമായ വിമർശനം നടത്തിയത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോട് പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള ഫോക്കസ് ആക്കി ഓഫീസ് മാറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഗുരുതര വീഴ്ചയാണ് എന്നൊക്കെ ഗായത്രി ബാബു വ്യക്തമായി പറയുന്നു. വഞ്ചൂർ ബാബു കൗൺസിലറായിരുന്ന വഞ്ചൂർ ബാബു 2020 വാർഡ് വനിതാ സംവരണമായതോടുകൂടിയാണ് സീറ്റ് മകൾക്ക് നൽകുകയായിരുന്നത്. 2020 ഗായത്രി ബാബു മേയർ ആയേക്കും എന്ന അവസാന നിമിഷം വരെയും വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു എങ്കിലും മുതിർന്ന നേതാക്കളെല്ലാം തോറ്റ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഗായത്രി ബാബുവിനെ മേയർ ആക്കാൻ വേണ്ടിയാണ് വാദിച്ചത്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അന്തിമ തീരുമാനത്തിനൊടുവിൽ അപ്രതീക്ഷിതമായി ആര്യ മേയർ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആര്യയാണ് മേയറാക്കിയത്. CPM പാളയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി MB രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതും അവൻ എന്നെ അറിഞ്ഞൂടാ എന്ന് ആക്രോശിച്ചതും ഏരിയ കമ്മിറ്റി അംഗമായിരിക്കെ വഞ്ചിയൂർ ബാബു ചർച്ചകളിൽ എത്തിയിരുന്നു. ജില്ലാ സെക്രട്ടറി V ജോയ് പങ്കെടുത്ത യോഗത്തിലാണ് CITU ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വഞ്ചിയൂർ ബാബു മന്ത്രി രാജേഷിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. വിമർശനം ആകാമെന്നും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്നും ബാബുവിനെ ജോയ് അന്ന് ശാസിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനങ്ങളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോൾ തനിക്കുണ്ടായ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞാണ് രാജേഷിനെതിരെ ബാബു തിരിഞ്ഞത്.